അള്ളാഹുവിന്റെ ഹക്കായ ആയത്തുകൾ. ലം തഖ്തരിം ബിസമാനിൻ, ഒരു കാലത്തെ പറ്റിയും പ്രത്യേകിച്ചു പറയാതെ ആദിനെ പറ്റി, ഇറമിനെ പറ്റി, മുആദിനെ പറ്റി ഒപ്പത്തിനൊപ്പം പറയുന്ന, ആഖിറവും ദുനിയാവും തലമുറകളും ചരിത്രങ്ങളും പോയ കാലഘട്ടങ്ങളുമൊക്കെ ഒന്നിന് പിറകെ ഒന്നായി പറയുന്ന ഈ കിതാബുണ്ടല്ലോ, ഇൻ തത്ലുഹാ ഖീഫതൻ, ഈ കിതാബിനെ നീ ഓതിയാൽ ഖീഫതൻ മിൻ ഹർരിനാരി ലളാ, ലളാ എന്ന നരകത്തിന്റെ ചൂടിനെ പേടിച്ചിട്ട് ഓതിയാൽ, കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഅവ്വ. നരകമുണ്ടല്ലോ, ഖുർആൻ തന്നെ പറഞ്ഞു അത് ലളയാണ്. ലള കത്തിയാളുന്ന നരകമാണ്, മനുഷ്യന്റെ തലയോട്ടിയെയൊക്കെ കത്തിക്കരിക്കുന്ന നരകമാണ്, തൊലികളെ കരിക്കുന്ന നരകമാണ്. ലാ തുബ്ഖി വലാ തദർ ലവ്വാഹത്തുൽ ലിൽ ബശർ, ഒന്നും ബാക്കിയാക്കാതെ മുഴുവൻ കരിച്ചു കളയുന്ന നരകമാണ്. കരിഞ്ഞു തീരുമ്പോൾ പുതിയ പുതിയ തൊലികൾ വരികയും പിന്നെയും അത് കരിഞ്ഞു തീരുകയും ചെയ്യുന്ന നരകം. ആ ലള എന്ന നരകത്തിന്റെ തീയിനെ പേടിച്ചിട്ട് നീ ഖുർആൻ ഓതിയാൽ ശാശ്വതമായ വിശുദ്ധ ഖുർആനിന്റെ ആ കുളിർമയേകിയ വെള്ളം കൊണ്ട്, കുളിർമയാർന്ന വെള്ളം കൊണ്ട് നരകത്തിന്റെ തീ കെടുത്തിക്കളയാൻ നിനക്ക് സാധിക്കും. അള്ളാഹിന്റെ കിതാബ് പാരായണം ചെയ്ത നരകത്തിൽ പോവേണ്ടി വരില്ല. പക്ഷേ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹിന്റെ കിതാബ് പഠിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ ഒരുപാട് സഹാബികളെ തൊട്ട് വന്ന റിവായത്ത് വന്ന ഹദീസാണത്. അത് തന്നെ പല രീതിയിലും ആ ഹദീസുകൾ പല രീതിയിലും വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, അഫ്ളലുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖിയാറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും നല്ലത്, നിങ്ങളുടെ ഏറ്റവും നല്ലത് ആരാണെന്ന് പറഞ്ഞു തരേണ്ടത് ആരാ? മുസ്തഫയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ആർക്കാണ് ഇത് പറഞ്ഞു തരാൻ കഴിയും? അവിടുന്ന് പറഞ്ഞതാണ്. ഇത് സ്വഹാഹുസിത്തയുടെ എല്ലാ ഇമാമിയങ്ങളും റിവായത്ത് ചെയ്ത ഹദീസുമാണ്. ബുഖാരിയിലും മുസ്ലിമിലും നസായിലും തുർമദിയിലും ഇബ്നു മാജയിലും എവിടെ നോക്കിയാലും, കൂടാതെ സുഹാഹിന്റെ പുറത്ത് മുസ്നദ് അഹ്മദിലും ഒക്കെ ഈ ഹദീസ് കാണാം. നിങ്ങളുടെ ഏറ്റവും നല്ല മനുഷ്യൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംശയത്തിനിടയില്ലാതെ ഇത്രയും റിവായത്ത് വന്നതുകൊണ്ട് റിവായത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മക്കെന്താ? അതൊന്നുമല്ല ഹൈറായ വഴി, വേറെ ചിലതാണെന്ന് എങ്ങനെ തോന്നുക? ഇതെന്നെ ഹൈറായ വഴി. നമ്മൾ നബി തങ്ങളെ വിശ്വസിക്കുന്നവരല്ലേ, ഒരു സംശയമില്ലല്ലോ. അവിടുന്ന് നമ്മളോട് പറഞ്ഞു ഖൈറുക്കും, നിങ്ങളുടെ ഏറ്റവും ഹൈറായ ആൾ മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിച്ചവനും വഅല്ലമഹു, അത് പഠിപ്പിച്ചവനോ. എന്താ നമ്മക്കൊന്ന് ഹൈറാ നോക്കിക്കൂടെ? അതിനിപ്പത്തൊക്കെ പാടെ 6200 ചില്ലാൻ ആയത്തുകൾ ഒന്നായിട്ട് പഠിക്കണ്ടേ ഖുർആൻ പഠിക്കാറിഞ്ഞാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു ബല്ലിഗു അന്നി വലൗ ആയ, വലൗ ആയ, ബല്ലിഗു അന്നി, നിങ്ങൾ എന്നെ തൊട്ട് പ്രബോധനം ചെയ്യണം. വലൗ ആയ, ഒരായത്താണെങ്കിലും. നിങ്ങൾക്ക് 6200 ചില്ലാനം ആയത്തൊന്നായിട്ട് പഠിക്കാനോ പഠിപ്പിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ? ബല്ലിഗു, നിങ്ങൾ പ്രബോധനം ചെയ്യണം. അന്നി, എന്നെ തൊട്ട്, വലൗ ആയ, ഒരായത്തെങ്കിലും. ഒരായത്ത്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ, ഒരായത്താണ്. നമുക്കൊരാൾക്ക്, അതറിയാത്ത ആൾക്ക് ഓതിക്കൊടുത്തൂടെ, പഠിപ്പിച്ചു കൊടുത്തൂടെ? ഖുൽ ഹുവല്ലാഹു അഹദ്, നമുക്കറിയില്ലേ, അറിയാത്തവന് പഠിപ്പിച്ചു കൊടുത്തൂടെ? ഈ കൽപ്പന നിർബന്ധമല്ലേ? ബല്ലിഗു, നിങ്ങൾ എത്തിക്കണം എന്ന് നിർബന്ധിച്ച് നമ്മളോട് പറഞ്ഞത്. എന്താ നമ്മൾ ഈ കാത്തിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ ഗ്രന്ഥം അത് ഏറ്റെടുക്കാൻ സൗഭാഗ്യമുണ്ടാവുക എന്നത് ഒരു ഹദീസിൽ പറഞ്ഞത് നുബുവ്വത്തിന്റെ ബാക്കിയാണെന്ന്. ഗൈറ അന്നഹു ലാ യൂഹാ ഇലൈഹി, വഹയില്ല എന്നുള്ളൂ. ഖുർആന്റെ ഹമലത്ത് നുബുവ്വത്തിന്റെ ബാക്കിയാണ് അവർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ സൗഭാഗ്യമുള്ളവർ ആഖിറത്തിൽ ഖുർആന്റെ അഹ്ലുകാരോട് പറയുന്നത്, നീ പാരായണം ചെയ്യുക, ഇർഖ, നീ ഓതുക, ഇഖ്റ വറത്തിൽ, നീ മനോഹരമായി പാരായണം ചെയ്യുക, ഓതുക, വർഖ, നീ ഉയരുക. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ ഓതി എത്തുന്ന അവസാനത്തെ ആയത്തോളം നിന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടിരിക്കും. ഖുർആൻ കൊണ്ട് മനോഹരമായി പാരായണം ചെയ്യുന്ന ആളുകൾ, അതിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ഓതുന്നവര്, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, സഫറത്തുൽ കിറാമുൽ ബററയായ അത്യുന്നതരായ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനം.
ഖിയാമത്ത് നാളിൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്ഥാനത്തെ പറ്റി ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരിക്കലും മറ്റൊരാൾക്കും ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിന്റെ വാഹകർക്ക് അല്ലാഹു തആല ആഖിറത്തിൽ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ കിതാബ് അത് കയ്യിൽ കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തിയാൽ, പലപ്പോഴും പറയുന്നതാണ്, കിട്ടാനുള്ളത് വളരെ വലിയ ഖനിയാണ്, വളരെ വലിയ നിധിയാണ്. പക്ഷെ നഷ്ടപ്പെട്ടാലോ അത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ നഷ്ടങ്ങളുമാവും, ഏറ്റവും വലിയ നഷ്ടങ്ങളാവും. നമുക്കറിയാവുന്നതാണല്ലോ, പ്രവാചകന്റെ ശത്രു ഖുർആൻ കൈവെടിഞ്ഞവരാ. ഫഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഫഖാല റസൂലു, പ്രവാചകൻ അള്ളാന്റെ കോടതിയിൽ ഒരേ ഒരു പരാതിയാ പറയുന്നത്, യാ റബ്ബി, എൻ്റെ റബ്ബെ, ഇന്ന ഖൗമി, എൻ്റെ ജനത. വേറൊരു കൂട്ടരെ പറ്റിയല്ല, യൂറോപ്പ് ഖുർആൻ ഏറ്റെടുത്തില്ല എന്നല്ല, ഇന്ന ഖൗമി, എൻ്റെ ജനത, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്, ആ ഉമ്മത്തിനെ പറ്റി, എൻ്റെ ജനതയെ പറ്റി, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനെ അവർ അവഗണിച്ചു റബ്ബെ, അവരത് കൈവെടിഞ്ഞു റബ്ബെ. ഇത്ര മഹത്തായ ഒരു ഗ്രന്ഥം ഇത്ര പണിപ്പെട്ട് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ട് അത് അവർക്ക് വിഷയമായില്ല, അവരത് കൈവെടിഞ്ഞു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി, വകദാലിക്, അങ്ങനെ തന്നെയാണ്, ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ, ദോഷികളായ ഒരുപാട് ശത്രുക്കളെ എല്ലാ പ്രവാചകന്മാർക്കും നമ്മൾ ഉണ്ടാക്കും. എല്ലാ പ്രവാചകന്മാർക്കും ദോഷികളായ കുറെ ശത്രുക്കൾ ഉണ്ടാക്കും. ശത്രു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രു ഖുർആൻ കൈവെടിഞ്ഞവനാണ്, ഖുർആനെ സ്വീകരിക്കാത്തവനാണ്, അള്ളാഹുവിന്റെ കിതാബിനെ കൈവെടിഞ്ഞവൻ. ആ ഒരവസ്ഥ വന്നാൽ നമ്മുടെ പ്രതിഭാഗത്ത് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് നമ്മൾ ആലോചിക്കണം. എന്താ സംഭവിക്കുക? വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബൂ അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദ അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. അള്ളാഹിന്റെ കിതാബ് പിൻപറ്റാതിരുന്നാൽ വരാവുന്ന അപകടങ്ങളെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നത്, ഖിയാമത്ത് നാളിൽ നബിയെ തങ്ങൾക്ക് കാണാം, അല്ലദീന കദബൂ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ കളവ് പറഞ്ഞവര്, അള്ളാഹുവിന്റെ കിതാബിനെ അവിശ്വസിച്ചവര്, അവരെ നബിയെ തങ്ങൾക്ക് കാണാം, വുജൂഹുഹും മുസ്വദ്ദ, അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടതായിരിക്കും. യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുകയും വേറെ ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ മേൽ കളവ് പറഞ്ഞവരുടെ മുഖങ്ങൾ അത് കറുത്തിരുണ്ടു പോയാവും. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അഹങ്കാരികൾക്ക് നരകം പോരെ സങ്കേതമായിട്ട്? അള്ളാന്റെ കിതാബിനെ കൈയൊഴിഞ്ഞ ആളുകൾ അഹങ്കാരികളാ, അവരെ റബ്ബ് നരകത്തിൽ കൊണ്ടുപോയിട്ടാ ശിക്ഷിക്കുക, മതിയാവില്ലേ അവർക്ക് നരകം എന്നാ അള്ളാഹ് ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിച്ചു, ഏതൊരു നബിക്കും അല്ലാഹു തആല അവർ പ്രബോധനം ചെയ്യുന്ന, പ്രതിനിധാനം ചെയ്യുന്ന ഉമ്മത്ത് വിശ്വസിക്കാൻ മാത്രമുള്ള മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. മാ അമന അലൈഹിൽ ബശർ, അവരുടെ സമൂഹത്തിന് വിശ്വസിക്കാൻ മാത്രമുള്ളത് ആ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയത് ഈ കിതാബാണ്, ഈ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരെക്കാളും കൂടുതൽ അനുയായികൾ എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു പ്രവാചകന്മാർക്ക് കിട്ടിയ ദൃഷ്ടാന്തങ്ങൾ അതത് കാലഘട്ടത്തിൽ മാത്രം അനുഭവിക്കാനുള്ളതായിരുന്നു. മൂസാ നബിയുടെ വടി ഇന്ന് യഹൂദികൾക്ക് പോലും കാണാൻ കഴിയില്ല. ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചത് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാലിദത്തായ മുഅ്ജിസത്ത് ഇന്നും ആരുടെ മുമ്പിലും ഇതാ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുകയാ. കഴിയുമെങ്കിൽ കൊണ്ടുവരൂ 10 സൂറത്തുകൾ, ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്ത്, നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കിയ 10 സൂറത്ത് കൊണ്ടുവരൂ. ആദ്യം പറഞ്ഞു ഇതുപോലെ ഒരു ഖുർആൻ കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ 10 സൂറത്ത് കൊണ്ടുവരൂ. അവസാനം പറഞ്ഞു 10 ആയത്തെങ്കിലും കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും, 3 ആയത്തുണ്ടായാലും ഒരു സൂറത്തായി. നിരന്തരമായ വെല്ലുവിളികൾ ഈ ഉമ്മത്തിനെ തകർക്കാൻ വേണ്ടി ഒരുപാട് പ്രോട്ടോകോളുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. യഹൂദികളുടെ പ്രോട്ടോകോൾ പ്രസിദ്ധമാണ്, സഹായിനത്തിന്റെ, സയനിസത്തിന്റെ. ലോകത്ത് ഈ ഉമ്മത്തിനെ തകർക്കാൻ എത്ര വലിയ ശ്രമങ്ങളാ ഓരോ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരങ്ങളായ ഒരുപാട് പ്രവർത്തനങ്ങൾ, അണുബോംബ് വരെ. അറബികളുടെ
സ്വഭാവം, അവരുടെ ഒരു പ്രത്യേക ജീന് വേർതിരിച്ചെടുത്തിട്ട് അറബികളെ മാത്രം നശിപ്പിക്കാൻ പറ്റുന്ന ബോംബുണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചിലർ പരീക്ഷണശാലകളിൽ നടക്കുന്ന പരീക്ഷണം. അങ്ങനെയൊക്കെ ഏതർത്ഥത്തിലും ഈ മതത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും സിമ്പിളായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ ഈ മതം അടിപൊളി തളർന്നു വീഴുമല്ലോ. ഇത്രയൊന്നും വലിയ കോടികൾ ചെലവഴിച്ച് വലിയ വലിയ പരീക്ഷണം നടത്തണം? വളരെ സിമ്പിളായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ ഈ മതം തന്നെ കടപുഴകി വീഴും. ഞങ്ങളിതാ കൊണ്ടുവന്നു, നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചു എന്ന് പറഞ്ഞൂടെ? ശ്രമങ്ങൾ നടന്നില്ലേ പല കാലത്തും? ഏറ്റവും ഒടുവിൽ അൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റുകളിൽ പ്രസിദ്ധീകരിച്ചു നോക്കിയില്ലേ? എന്തേ അതിൻ്റെ ആളുകൾ പോലും അത് ആഘോഷിക്കുന്നില്ല? മുസ്ലിങ്ങൾ അത് ഏറ്റെടുക്കില്ല എന്നത് തീർച്ച. പക്ഷെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണ്ടേ? ആരെങ്കിലും ഇതൊക്കെ ഒന്ന് ഏറ്റെടുക്കണ്ടേ? ഓരോരുത്തർക്കും തോന്നുകയാണ് ഇതുമായിട്ടൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ വേണ്ടേ? ഇതെന്താ കഴിയുന്നില്ല? ഈ ഒരു ഗ്രന്ഥം എക്കാലത്തും ആരെയും വെല്ലുവിളി നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. അതാണ് ഈ ഉമ്മത്തിൻ്റെയും ഈ മതത്തിൻ്റെയും പ്രത്യേകത. അതുകൊണ്ട് ഇത്ര വലിയൊരു ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് ഉമ്മത്തിനെ മുഴുവൻ വിശ്വസിക്കാൻ മാത്രം, ഒരു ഉമ്മത്തിനെ മുഴുവൻ വിശ്വസിക്കാൻ മാത്രം കഴിവുള്ള ഒരു ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് എന്താ നമ്മൾ ഈ നോക്കി നിൽക്കുന്നത്? പക്ഷേ കയ്യിലുള്ള ഗ്രന്ഥം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തെ കെട്ടിയിട്ട് ആളെ പോലെയാണ്. കയറി വിട്ടാ ഒട്ടകം പോവും. ഖുർആന്റെ ഉദാഹരണം നബി തങ്ങൾ പറഞ്ഞതാണ്. ഇത് എപ്പോഴും തആഹുദ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകും. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ കിതാബ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിത് പാരായണം ചെയ്യണം. ഇന്നമാ അൽ ഖുർആനു കമസലിൽ ഇബിലിൽ മുഅല്ലഖ ഇദാ ആഹദഹാ സ്വാഹിബുഹാ അലാ അഖ്ലിഹാ അംസകഹാ. അതിനെ വേണ്ട വിധം പരിചരിച്ചെങ്കിലേ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും രക്ഷപ്പെടും. നമുക്കറിയാവുന്ന പ്രസിദ്ധമായ ഹദീസാണ്, അള്ളാഹിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. അള്ളാഹിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ ഒരു ഹസനത്ത്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസനത്തിന് 10 ഇരട്ടി കൂലി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫൻ. അലിഫ് ലാം മീം ഒരു ഹർഫാണെന്നല്ല ഞാൻ പറഞ്ഞത്, വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫ്, ലാം ഒരു ഹർഫ്, മീം ഒരു ഹർഫ്. അലിഫ് ലാം മീം ഓതുമ്പോൾ 30 പ്രതിഫലം. ഇത്ര വലിയൊരു പ്രതിഫലം അല്ലാഹു തആല നമുക്ക് തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഗ്രന്ഥം നമുക്ക് ഏറ്റെടുത്തുകൂടാ? ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ സൗഭാഗ്യമാണ്. ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായി കാണാം, തൂബാ ലിമൻ ഖറഅൽ ഖുർആന സുമ്മ അമില ബിഹി. ഈ ഉമ്മത്ത് മാത്രമല്ല, ഈസാ അലൈഹിസ്സലാം നേരത്തെ അദ്ദേഹത്തിൻ്റെ മഹത്വം പറഞ്ഞ ഒരാളോട് തിരിച്ചു പറഞ്ഞതാണ്. അതൊന്നുമല്ല നിങ്ങൾ പറയേണ്ടത്. തൂബ, ഏറ്റവും വലിയ സൗഭാഗ്യം, ലിമൻ ഖറഅൽ ഖുർആന സുമ്മ അമില ബിഹി. ഖുർആൻ ഓതുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്ത ആൾക്കാണ്. മൂസാ അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, റബ്ബേ, ഞാൻ തൗറാത്തിൽ എത്തിക്കുന്നുണ്ട് ഒരു വിഭാഗത്തെ, അവരുടെ ഹൃദയങ്ങളിലാണ് അവരുടെ നൂറുള്ളത്. അനാജീലുഹും ഫീ സുദൂരിഹിം, അവരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ ഹൃദയത്തിലാണ്. അവരുടെ ഇഞ്ചീലുകൾ, അവരുടെ ദൈവിക ഗ്രന്ഥങ്ങൾ അവരുടെ ഹൃദയത്തിലാണ്. അതേതാ ഉമ്മത്ത്? അല്ലാഹു തആല പറഞ്ഞു, അത് അഹ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിലാണ് അവരുടെ ഗ്രന്ഥം. അത് അവരിൽ നിന്ന് തുടച്ചു നീക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇത്ര വലിയൊരു സൗഭാഗ്യം അള്ളാഹിന്റെ കിതാബ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ഹാദൽ ഖുർആന മഅ്ദുബത്തുല്ലാഹ്. ഈ ഖുർആൻ അള്ളാഹിന്റെ സദ്യയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഒരു സദ്യയാണ്. ഈ സദ്യ നമ്മൾ കഴിക്കണം. ഫതഅല്ലമു മിൻ മഅ്ദുബതിഹി മസ്തതഅതും. നിങ്ങൾക്ക് കഴിയുന്ന മാതിരി അള്ളാഹിന്റെ ഈ വിരുന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ പഠിക്കണം. ഇന്ന ഹാദൽ ഖുർആന ഹുവ ഹബിലുല്ലാഹ്. ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ പാശമാണ്, അള്ളാഹുവിൻ്റെ മുറുകെ പിടിക്കാനുള്ള പാശമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇത് അള്ളാഹു തആല ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇട്ടു തന്ന കയറാണ്. ഒരു തല നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു തല അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ ഈ പാശം ഹബിലുല്ലാഹിൽ മത്തീൻ, ശക്തമായ റബ്ബിൻ്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ പഠിക്കണം, പിടിക്കണം, മുറുകെ പിടിക്കണം. അബൂ ശുറൈഹുൽ ഖുസായി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബ്ശിറു വ അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. സഹാബത്തിനോട് നബി തങ്ങൾ പറയാം, കാര്യം എന്താ? അലൈസ തഷ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്.
നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നില്ലേ ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവരല്ലേ? അവർ പറഞ്ഞു അതെ. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ തർഫുഹു ബിയദില്ല, ഇതിൻ്റെ ഒരു തല അള്ളാഹിൻ്റെ കയ്യിലാണ്, മറ്റേ തല നിങ്ങളുടെ കയ്യിലുമാണ്. ഫതമസ്സകൂ ബിഹി, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. ഷഹാദത്തിനു ശേഷം, മുസ്ലിമായതിനു ശേഷം നമുക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ളത് ഈ ഗ്രന്ഥമാണ്. അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, അള്ളാഹ്ക്കും ചില ആൾക്കാരൊക്കെ ഉണ്ട് മനുഷ്യരിൽ, അള്ളാഹ്ക്ക് ചില കുടുംബക്കാര് അഹലുകാരുണ്ട് മനുഷ്യരിൽ. അള്ളാഹിൻ്റെ കുടുംബമാകാൻ കഴിയാം, എന്താ അതിലേറെ വലിയ സൗഭാഗ്യം. സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് അള്ളാഹിൻ്റെ കുടുംബക്കാർ? അള്ളാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ അഹ്ലുകാരാണ് അള്ളാഹിൻ്റെ അഹ്ലുകാർ. അവർ അള്ളാഹിൻ്റെ പ്രത്യേകക്കാരാണ്, അള്ളാഹിൻ്റെ താല്പര്യക്കാരാണ്. അഷ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ ഈ ഉമ്മത്തിലെ ഏറ്റവും യോഗ്യരായ ആളുകൾ ഖുർആൻ വാഹകരാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹദീസ്, മൻ ഖറഅൽ ഖുർആന ഫകഅന്നമ ഇസ്തദ്റജത്തിൻ നുബുവ്വ, ഒരു നുബുവ്വത്തിനെ ഏറ്റെടുത്ത മാതിരിയ ഖുർആൻ, ഗൈറ അന്നഹു ലാ യുഹാ ഇലൈഹി, വഹയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഈ ഉമ്മത്തിൻ്റെ ദിക്ർ തൗറാത്തിൽ കണ്ടപ്പോൾ, തൗറാത്തിൽ ഈ ഉമ്മത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു. ആ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവസാനം മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മത്തൻ അനാജീലുഹും ഫീ സുദൂരിഹിം യഖറഊനഹു ളാഹിറൻ, ഹൃദയത്തിൽ അവരുടെ ഗ്രന്ഥം, വേദഗ്രന്ഥം ചുമന്ന് നടക്കുന്ന ഒരു വിഭാഗത്തെപ്പറ്റി തൗറാത്തിൽ ഞാൻ കാണുന്നു, അവർ മനസ്സിൽ നിന്ന് അത് ഓതുന്നു, അതെൻ്റെ ഉമ്മത്താക്കണം. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അത് നിവൃത്തിയില്ല, അത് ഉമ്മത്തിൻ്റെ, അത് അഹ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്. അങ്ങനെ പറഞ്ഞു. അവസാനം മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞു. ഈ ചോദിക്കുന്നതിനൊക്കെ അള്ളാഹ് പറയും, അത് ഉമ്മത്തു അഹ്മദാണ്, അവർക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നത്, അവരുടെ ഒരുപാട് നന്മകൾ പറഞ്ഞിട്ട് ഞാൻ ചുരുക്കി പറയാണ്. അവസാനം മൂസ അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? എന്നാ പടച്ചോനെ ഈ എന്നെ ഉമ്മത്തു അഹമ്മദിൽ പെടുത്തുക, ഇത്രയും വലിയ ഉഷാറാണോ? അല്ലെങ്കിൽ ഞാനൊരു നബി ആവണ്ട, ഞാൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് ഈ എന്നെ പെടുത്തിക്കാളാം. ആ ഒരു സ്ഥാനാണ് നമ്മുടെ സ്ഥാനം എന്ന് ആലോചിക്കണം. അതിൻ്റെ കാരണം ഈ ഗ്രന്ഥമാണ്. മൂസ അലൈഹിസ്സലാം പോലും ഈ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലാവാൻ ആഗ്രഹിച്ച ഗ്രന്ഥം. നമ്മളൊക്കെ മക്കളുടെ കാര്യത്തിൽ വളരെ ഉത്കണ്ഠപ്പെടുന്നവരാണ്, മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടാറുള്ളവരാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ഒരു ഹദീസിൽ ആഖിറത്തിൽ ചില ആളുകൾ പ്രകാശത്തിൻ്റെ കിരീടങ്ങൾ ധരിപ്പിക്കപ്പെടും. പ്രകാശത്തിൻ്റെ കിരീടങ്ങൾ അവരുടെ തലയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. അവരിങ്ങനെ അത്ഭുതപ്പെടും, എന്താണ് ഞാൻ ഇതിന് മാത്രം വലിയ അമലൊന്നും ചെയ്തില്ലല്ലോ, എന്താണ് എനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം ഇവിടെ കിട്ടാൻ? അപ്പോൾ അല്ലാഹു തആല അവരോട് പറയുന്നത്, നീ നിന്റെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിന്റെ മക്കൾ ഖുർആൻ പഠിച്ചതിൻ്റെ പ്രതിഫലമാണ് നിനക്ക് നീ നൽകുന്ന അംഗീകാരം. ആഖിറത്തിൽ ജനങ്ങൾ വിഷമിച്ചു നിൽക്കുമ്പോൾ കിരീടം വെച്ച രാജാക്കന്മാരാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം, അള്ളാഹിൻ്റെ കിതാബ് പഠിപ്പിക്കണം. നമുക്കതല്ല, ഏറ്റവും നല്ല ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് നെട്ടോട്ട് ഓടുന്നത്. ഞാനതിനെതിരല്ല. പക്ഷേ അള്ളാഹിൻ്റെ കിതാബ് സ്വയം പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളെപ്പറ്റി വേവലാതിപ്പെടാതെ നമുക്കെങ്ങനെയാണ് ഈ ഉമ്മത്തിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുക? എന്തുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത പോലും നമ്മളെ അസ്വസ്ഥമാക്കുന്നില്ല? എൻ്റെ മക്കൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? എൻ്റെ മക്കൾ അള്ളാഹുവിൻ്റെ കിതാബുമായി ഒരു ദിവസം എത്ര തവണ ബന്ധപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. മൻ ഖറഅൽ ഖുർആന ഖബ്ല അൻ യഹ്തലിമ ഫഖദ് ഊതിയൽ ഹിക്മത ഫിസ്സുബ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ വിശ്വാസങ്ങൾ പറഞ്ഞു, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഒരാൾ ഖുർആൻ പഠിച്ചാൽ ചെറുപ്പത്തിലെ അവന് ഹിക്മത്ത് ലഭിച്ചു എന്ന്. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഹിക്മത്ത് ഒരാൾക്ക് അല്ലാഹ് നൽകിയാൽ ഏറ്റവും വലിയ ഖൈർ അല്ലാഹു തആല അവന് നൽകി. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കേണ്ടത് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ നമ്മുടെ മക്കൾ അള്ളാഹിൻ്റെ കിതാബ് പഠിക്കണം, അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം ചുരുക്കിയത് കൊണ്ട് കുറവായത് കൊണ്ട് ഞാൻ വളരെ വേഗം പറഞ്ഞു പോവാണ്, ചില ഹദീസുകൾ മാത്രം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഖുദ്സിയ ഹദീസാണ്. യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറയാണ്, മൻ ശഗലഹു ഖിറാഅത്തുൽ ഖുർആനി അൻ ദിക്രി വ മസ്അലതി. അള്ളാഹിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഒരാളെ ശുഗലാക്കി,
അൻ ദിക്രി വമസ്അലതി, എനിക്ക് ദിക്ർ ചൊല്ലുന്നതിനും എന്നോട് ചോദിക്കുന്നതിനും. പലരും ഇങ്ങനെ ദിക്ർ ചൊല്ലിരിക്കുക, പക്ഷെ ഒരാൾ ഖുർആൻ ഓതുകയാണ്. ഈ ഖുർആൻ ഓതുന്നത് കൊണ്ട് അവന് ദിക്റിൽ ചേരാൻ കഴിയുന്നില്ല. അള്ളാഹിന്റെ ദിക്ർ അധികം ഒന്നും ചൊല്ലാൻ അവന് സമയം കിട്ടുന്നില്ല, ദിക്ർ കൊണ്ടെടുക്കാൻ കഴിയുന്നില്ല. കാരണം ഖുർആൻ തന്നെയാണ് ഓതുന്നത്. അള്ളാഹിനോട് പലരും ചോദിക്കുകയാണ്, കരഞ്ഞ് കരഞ്ഞ് ചോദിക്കുമ്പോഴും അള്ളാഹുവിന് ചോദിക്കുന്നത് ഇഷ്ടമാണ്, ചോദിക്കണമെന്ന് ഇവനും മോഹമുണ്ട്. പക്ഷേ അവന്റെ മുമ്പിൽ അള്ളാഹിന്റെ ഖുർആന്റെ പാരായണമാണ്. അള്ളാഹിന്റെ കിതാബ് പാരായണം ചെയ്യുന്നത് കൊണ്ട് ചോദിക്കാൻ കഴിയുന്നില്ല, ദിക്ർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അഅ്തൈതുഹു, ഞാൻ അവന് കൊടുക്കും. അള്ളാഹ് പറയാണ് അഫ്ളല മാ ഉൽതിസ്സായിലീൻ, ഈ ദിക്ർ ചൊല്ലുന്നവനും ചോദിക്കുന്നവനും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായത് ഞാൻ അവന് കൊടുക്കും. അള്ളാഹ്ക്കറിയാലോ ഓരോരുത്തരുടെ അവസ്ഥ. ദിക്ർ ചൊല്ലാൻ സമയം കിട്ടാത്തത് ഖുർആൻ ഓതുന്നത് കൊണ്ടാണെങ്കിൽ, അള്ളാഹിനോട് ദുആ ചെയ്യാൻ സമയം കിട്ടാത്തത് ഖുർആൻ ഓതുന്നത് കൊണ്ടാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു തആല കൊടുക്കുമെങ്കിൽ അള്ളാഹിന്റെ കിതാബ് നിരന്തരമായി പാരായണം ചെയ്തുകൂടെ? അള്ളാഹിന്റെ കിതാബ് സ്ഥിരമായി ഓതിക്കൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്യുന്നു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്, ഇരുമ്പിന് തുരുമ്പ് പിടിക്കും പോലെ ഈ ഹൃദയങ്ങൾക്കൊക്കെ തുരുമ്പ് പിടിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുമ്പ് ഇങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ തുരുമ്പ് വരുമല്ലോ, അതുപോലെ ഹൃദയത്തിന് തുരുമ്പ് വരും. എത്ര വഴുത് കേട്ടിട്ടും കാര്യമില്ല, എത്ര നല്ല കാര്യം കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടാ, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറന്നു പോവാ. എന്താ കാര്യം? ഹൃദയത്തിന്റെ തുരുമ്പ. സഹാബത്ത് ചോദിച്ചു, വമാ ജിലാഉഹ, എന്താണ് അതിന് ചികിത്സ നബിയെ? ഹൃദയത്തിന്റെ ഈ തുരുമ്പിന് എന്താണ് ചികിത്സ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യലാണ് ഹൃദയത്തിന് തുരുമ്പ് വരാതിരിക്കാനുള്ള വഴി. ഹൃദയം തുരുമ്പ് പിടിക്കാതിരിക്കണമെന്ന് മോഹിക്കുന്നവരെ, നമ്മൾ എത്രയെത്ര മയ്യത്ത് നിസ്കാരങ്ങളായി ഇന്നും മയ്യത്ത് നിസ്കരിച്ചാൽ നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഈ വില്ലയിൽ മുമ്പ് താമസിച്ചിരുന്ന ജൗഹറിന്റെ അളിയൻ 4-5 വർഷമായിട്ടേയുള്ളൂ. അദ്ദേഹത്തിന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് 2 കുട്ടികളുമായി ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയതാ. ഈ കഴിഞ്ഞ ആഴ്ച നാട്ടില് ഒന്നുമില്ല, ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. നമ്മളതിന് പല പേരും പറയും, ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്കെന്നോ കാർഡിയാക് അറസ്റ്റെന്നോ, ഏതൊക്കെ ഭാഷയിൽ പറഞ്ഞാലും പേരെന്താണെങ്കിലും ഹൃദയം ഇനി പ്രവർത്തിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അല്ലാഹു തആല അതിന് മിടിക്കാൻ കൊടുത്ത സമയം അവസാനിച്ചു. ഹൃദയത്തിന്റെ തുരുമ്പിനെ പറ്റി നമ്മളൊക്കെ വേവലാതിയ പരീക്ഷണങ്ങൾ നടത്തും. എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലം ഉണ്ടോ, എത്ര ചെക്കപ്പുകളാ. പക്ഷേ ഹൃദയത്തിൽ കയറുന്ന തുരുമ്പിനെ പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. നമുക്ക് ഭൗതികമായി ഹൃദയത്തെ സംസ്കരിക്കാനേ താല്പര്യമുള്ളൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ തസ്കിയത്ത് ചെയ്യുന്നത് ആരാണോ അവരാണ് വിജയിച്ചത്. തസ്കിയത്ത് നമ്മളെ ബാധിക്കുന്നില്ല, അത് നമ്മളെ അസ്വസ്ഥമാക്കുന്നില്ല. ആ ഹൃദയത്തിന് തസ്കിയത്ത് ഉണ്ടാവണമെങ്കിൽ, ഹൃദയത്തിന് തുരുമ്പ് കൂടാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യണം. അള്ളാഹിന്റെ കിതാബ് പാരായണം ചെയ്ത ഹൃദയത്തിന് തുരുമ്പ് പിടിക്കില്ല എന്ന് മാത്രമല്ല, മറ്റു ചില ഹദീസുകളിൽ കാണാം വാർദ്ധക്യ സഹജമായ പിച്ചുമ്പേയും ഇത് അള്ളാഹിന്റെ കിതാബിന്റെ ഹാഫിദിൽ ഉണ്ടാവില്ല. അള്ളാഹിന്റെ കിതാബ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അവസാനം അർദലുൽ ഉമറിൽ വയസ്സങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ, അന്തല്ലാതാവുക, ആ അവസ്ഥ വരില്ല. അള്ളാഹിന്റെ കിതാബ് ഇതൊക്കെ അന്ന് ഇങ്ങനെ കുറെ വിഷമിപ്പിക്കുന്നതിന് പകരം നേരത്തെ ഇതിനൊക്കെയുള്ള ചികിത്സ ചെയ്തൂടെ എന്ന് മാത്രമല്ല, കണ്ണിന്റെ കാഴ്ച കൂടാൻ പോലും അള്ളാഹിന്റെ കിതാബിൽ നോക്കിയാൽ മതി. കണ്ണിന് കാഴ്ച കൂടണോ, കിതാബിൽ മുസ്ഹഫിൽ നോക്കി ഓതിയാൽ കണ്ണിന്റെ കാഴ്ച അള്ളാഹു തആല നിലനിർത്തി തരും, ശക്തി കൂട്ടിത്തരും. അള്ളാഹിന്റെ കിതാബ് പാരായണം ചെയ്ത എന്തെല്ലാം ഗുണങ്ങളാ, സമയമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വമ്മനല്ലാഹു ലിമൻ ഖറഅൽ ഖുർആന ലാ യദില്ലു ഫിദ് ദുനിയ വലാ യഷ്ഖാ ഫിൽ ആഖിറ. അള്ളാഹിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു, ദുനിയാവിലും പരാജയപ്പെടൂല, ആഖിറത്തിലും പരാജയപ്പെടൂല എന്ന് അള്ളാഹു തആല ഉറപ്പ് തന്നിരിക്കുക. കാരണം അള്ളാഹു തആല പറഞ്ഞു, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. എന്റെ സന്മാർഗം, അള്ളാഹിന്റെ സന്മാർഗം ഈ കിതാബാണ്, അത് പിൻപറ്റുന്നവൻ ഫലാ യദില്ലു, വഴിപിഴക്കൂല. വഴിപിഴക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവൻ തെറ്റിപ്പോകൂല, വലാ യഷ്ഖാ, ആഖിറത്തിൽ അവൻ ശഖീന്റെ പട്ടികയിൽ വരൂല്ല. ആഖിറത്തില് 2 വിഭാഗം ഉണ്ടാവുക. വമിൻഹും ശഖിയ്യുൻ വസഈദ്. ഓതാൻ സുഖമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓതാൻ എത്ര മനോഹരമാണ്. ശഖിയ്യുൻ വസഈദ്,
ഷഖിയ്യും സഈദുമേ ആഖിറത്തിലുള്ളൂ. ഫഅമ്മല്ലദീന ഷഖൂ, പിന്നെ പറയുന്നത് പരാജയപ്പെട്ടവരുടെ ഷഖിയിന്റെ കാര്യമാണ്. ഒരുപാട് എണ്ണത്തിലുണ്ടെങ്കിൽ നമുക്കതിലല്ലെങ്കിൽ ഇതിലെന്ന് പറയാം. ആകെ രണ്ടേ ഉള്ളൂ, 50% സാധ്യത. ഒന്ന് ഷഖീ, ഒന്ന് സഈദ്. സഈദിൽ പെട്ടില്ലെങ്കിൽ പിന്നെ ഷഖീയിലാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഷഖീയിൽ പെടാതിരിക്കാൻ ദുനിയാവില് ഈ കിതാബിനെ അനുധാവനം ചെയ്താൽ മതി. ഈ കിതാബിനെ പാരായണം ചെയ്യുക. അള്ളാന്റെ കിതാബാണ് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത്. ഒരുപാട് ഹദീസ് സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു ഏതെങ്കിലും ക്ലാസ്സിലാവാം. 100 കണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥം ജീവിതത്തിന്റെ ചാർട്ടാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അള്ളാന്റെ കിതാബായിരിക്കണം നമ്മെ നയിക്കുന്നത്. അള്ളാന്റെ കിതാബായിരിക്കണം നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. അള്ളാന്റെ കിതാബായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കിതാബ് ഒരാളെ അവന്റെ ഇമാമാക്കിയാൽ, അവനെ നയിക്കാനുള്ളതാക്കിയാൽ ഖാദഹു ഇലൽ ജന്ന, അവന്റെ മുമ്പിൽ അമാമഹു, അവന്റെ മുമ്പിൽ ഈ കിതാബിനെ കൊണ്ടുവച്ചാൽ ആ കിതാബ് അനുസരിച്ച് നടക്കുമ്പോൾ കിതാബ് അവന്റെ ഇമാമായി. അൽ ഖുർആനു ഇമാമി, നമുക്ക് പറയേണ്ടേ മഹ്ശറിന്റെ മുമ്പ് ഖബറിൽ തന്നെ പറയേണ്ടേ. ചോദിക്കില്ലേ വമൻ ഇമാമുക, നിന്റെ ഇമാം ആരാണെന്ന് ചോദിച്ചാൽ അൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയാൻ മോഹിക്കുന്നവരാണ് നാം. അതിന് നാം ഇവിടെ ഖുർആനെ നമ്മുടെ മുമ്പിൽ വെക്കണം. അങ്ങനെ ഒരാൾ അവന്റെ മുമ്പിൽ ഖുർആനെ വെച്ചാല് ഖാദഹു ഇലൽ ജന്ന, ഖുർആൻ അവനെ സ്വർഗത്തിലേക്ക് നയിക്കുമെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ജഅലഹു വറാഅഹു, ഇനി ഒരാൾ അല്ലാഹുവിന്റെ കിതാബിനെ അവന്റെ പിന്നിലാക്കുകയാണ്, അവന്റെ വിഷയങ്ങൾ അവന്റെ താല്പര്യത്തിനനുസരിച്ചാണ്, അള്ളാഹിന്റെ കിതാബിനനുസരിച്ചല്ല. അള്ളാഹിന്റെ കിതാബ് നോക്കാൻ അവന് സമയമില്ല. അങ്ങനെയാണെങ്കിൽ അവനെ നരകത്തിലേക്ക് ആ കിതാബ് കൊണ്ടുപോയി മുഖം കുത്തിക്കും ചെയ്യും, രക്ഷപ്പെടൂല. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഗ്രന്ഥം കൊണ്ട് യർഫഉല്ലാഹു ബിഹി ഖൗമൻ, ഒരു വിഭാഗത്തെ അല്ലാഹു തആല ഉയർത്തും, വയളഉ ബിഹി ആഖരീൻ, മറ്റൊരു വിഭാഗത്തെ അല്ലാഹു താഴ്ത്തും ചെയ്യും. ഈ ഗ്രന്ഥത്തിന് അങ്ങനെയാ അതിന്റെ സ്വഭാവം. ഇതിനെ സ്വീകരിച്ചാൽ, ഈ കിതാബ് അനുസരിച്ച് ജീവിച്ചാൽ, അത് ജീവിതത്തിന്റെ ദസ്തൂറാക്കിയാൽ വിജയിക്കാൻ കഴിയും. ഇതിനെ അവഗണിച്ചാൽ അല്ലാഹു തആല അവനോട്, അല്ലാഹു അവന്റെ ഹസ്മാവുന്നു. അല്ലാഹു ഒരാളുടെ പ്രതിഭാഗത്തായാൽ പിന്നെ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കിതാബ് പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മോഹമായിരിക്കണം. ഇത്രയും പ്രായമായല്ലോ എന്നത് ഒരിക്കലും നിങ്ങൾക്ക് അസ്വസ്ഥമാവരുത്. ഇതിനേക്കാൾ പ്രായമായിട്ടാണ് പല സ്വഹാബത്തും അള്ളാഹിന്റെ കിതാബ് കേൾക്കാൻ തുടങ്ങിയത്. എന്നിട്ട് അവരതുകൊണ്ട് വിജയിച്ചു. പ്രായങ്ങളും സാഹചര്യങ്ങളും അള്ളാഹിന്റെ കിതാബ് പഠിക്കാൻ തടസ്സമല്ല. നഹ്വും സർഫും അക്ഷരവും അർത്ഥവും വെച്ച് പഠിച്ചതല്ല മഹാന്മാരായ പലരും അള്ളാഹിന്റെ കിതാബ്. ഓതാൻ പോണ മുതഅല്ലിമിന് മാത്രം പഠിക്കാനുള്ളതല്ല അള്ളാഹിന്റെ കിതാബ്. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹിന്റെ കിതാബ് പഠിക്കാൻ കഴിയണം. അതൊരു ജീവിതത്തിന്റെ മോഹമാവണം. എന്റെ റബ്ബിന് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു താല്പര്യമില്ലാതെ ഞാൻ റബ്ബിന്റെ അടിമയാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത്? സൃഷ്ടാവിന് എന്താണ് സൃഷ്ടിയോട് പറയാനുള്ളത്? പറഞ്ഞാൽ തീരാത്തതൊന്നുമില്ല. കേവലം നമുക്കറിയാലോ, ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കാൻ കഴിയും. ഒരു ദിവസം കൊണ്ട്. മഹാനായ ഇമാം ഷാഫി തങ്ങളൊക്കെ ദിവസം 2 പ്രാവശ്യം ഖുർആൻ ഓതിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കാവുന്ന അത്ര കാര്യമുള്ളൂ. 6200 ചില്ലാനം ആയത്തുകളേ ഉള്ളൂ. 205, 206, 214, 220, 224 ഇങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. അതിന് കാരണം ആയത്തുകൾ എവിടെ നിർത്തുന്നത് എന്നതിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അല്ലാതാട്ടെ ഏതെങ്കിലും എണ്ണി വയ്ക്കാൻ പോരെ. എന്താ ചില്ലാനം എങ്ങനെ പറഞ്ഞത്? ഈ കമ്പ്യൂട്ടറും കാര്യമൊക്കെ ഉണ്ടായിട്ട് എണ്ണാഞ്ഞിട്ടുള്ള ഹർഫ് വരെ എണ്ണിയിട്ടുണ്ട്. ഖുർആനിലാകെ എത്ര ഹർഫ് ഉണ്ട് എന്ന്. ആയത്തിന്റെ കാര്യത്തിൽ എവിടെയാണ് ഈ ആയത്ത് നിർത്തുന്നത്? ഇത് രണ്ടും കൂടി ഒരു ആയത്താണോ 2 ആയത്താണോ എന്ന് അതിന്റെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നത്. എന്തായാലും 6200 മുതൽ ഒരു 50 വരെ ഇടയിൽ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് 200 ചില്ലാനെന്ന് ഇങ്ങനെ പറഞ്ഞത്. 6666 അല്ല കേട്ടോ. ഏതായാലും ഇത്ര ആയത്തെ ആകെ അള്ളാന്റെ കിതാബിലുള്ളൂ. പഠിച്ചൂടെ? ജിദ്ദ ഇസ്ലാമിക് സെന്റർ ഒരു വലിയ സ്വപ്നമായി, മോഹമായി. ഇസ്ലാമിക് സെന്ററും അതുപോലെ ഗൾഫിൽ ഒന്നായുള്ള പല ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകരും നാട്ടിൽ റഹ്മത്തുള്ളാഹി ഖാസിമി മുത്തേടം നേതൃത്വം നൽകുന്ന ഖുർആൻ സ്റ്റഡി സെന്ററും ഒക്കെ
അതിന് വിപുലമായ ഒരു പദ്ധതിയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്നത് എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. കാരണം അള്ളാഹ് നമുക്ക് തന്ന ടെക്നോളജികളുടെയൊക്കെ കഴിവ് ഇന്ന് നമ്മൾ പഴയ നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്നത് പോലെയല്ലല്ലോ നമ്മളെ മക്കളിന്ന് സ്കൂളിലും കോളേജിലും പഠിക്കുന്നത്. എന്തെല്ലാം പുതിയ ടെക്നോളജികളുടെ പിൻബലം അവരുടെ വിദ്യാഭ്യാസത്തിലുണ്ട്. അത് എത്രമേൽ കൂടുതൽ അവരെ പഠിക്കാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ടെക്നോളജി മുഴുവൻ നമ്മുടെ മുമ്പിൽ അള്ളാഹു തആല തുറന്നു തന്നിട്ട് അള്ളാന്റെ കിതാബ് പഠിക്കാൻ നമുക്കിതൊന്നും ഉപയോഗപ്പെടുത്തിക്കൂടാ? ഇത്ര വലിയ സംവിധാനം ഉണ്ടായിട്ട് നമുക്കറിയാം. സൂഫി വര്യനായ ഒരു മൊയ്തീൻ കുട്ടി ഉസ്താദ് കഴിഞ്ഞ ഹജ്ജ് വേളയിൽ അദ്ദേഹം മിനായിൽ വെച്ച് പ്രത്യേകമായി പറഞ്ഞത്, ഞങ്ങൾക്കൊക്കെ ഒരു കത്തയക്കണമെങ്കിൽ ഓരോ കത്ത് എഴുതി അത് പോസ്റ്റ് ചെയ്ത് അഡ്രസ്സ് എഴുതി അത് ആൾക്ക് കിട്ടുന്നത് വരെ കാത്തിരുന്ന് അങ്ങനെയൊക്കെയാണ് യോഗം വിളിക്കലും പരിപാടിയും ഒക്കെ നടത്താറുണ്ടായിരുന്നത്. നിങ്ങളൊക്കെ വന്നപ്പോൾ കേൾക്കാനുള്ളത് ഒരു കത്ത് നിങ്ങളായിട്ട് ടൈപ്പ് ചെയ്താൽ അത് 1000 ആൾക്ക് ഒപ്പാട് കിട്ടുന്ന. നിങ്ങളോട് ഇതിനെപ്പറ്റിയാ ചോദിക്കാന്ന് അയാൾ പറഞ്ഞു. ഞങ്ങൾ കൈകൊണ്ട് എഴുതുന്ന കത്തിന്റെ കാലമായിരുന്നു ഞങ്ങളുടെ കാലം. നിങ്ങളോട് അള്ളാഹ് ചോദിക്കൽ ഈ സംവിധാനങ്ങളെ പറ്റിയാ. 1000 ആൾക്ക് ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് ഇമെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജിദ്ദയിലെ പ്രവാസി സുഹൃത്തുക്കളെ, ഒരാൾക്കെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടി ഒരു ഇമെയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്തായി കാത്തിരിക്കണത്? ഒന്നും ചോദിക്കൂല. നമ്മളോട് അള്ളാഹ് ഒന്നും ചോദിക്കൂല. നമ്മൾ അതിനേക്കാളൊക്കെ വലിയ ഉഷാറുള്ള ആൾക്കാരാണല്ലോ. അള്ളാഹു തആല ഓരോ മനുഷ്യനും നൽകിയ സാഹചര്യങ്ങളെ വെച്ചാ ചോദിക്കുക. ഇന്ന നിഅമത്ത് ഞാൻ നിനക്ക് ചെയ്തില്ലേ, വഫി ഞാൻ ഇന്ന അനുഗ്രഹങ്ങൾ നിനക്ക് ചെയ്തില്ലേ, അതിൽ നീ എന്താ ചെയ്തതെന്നാ ചോദിക്കുക. അതിലെന്താ ചെയ്തത്? പഴയ കാലത്ത് ഒരു ഹദീസ് കിട്ടാൻ ഒരുപാട് കാതങ്ങൾ സഞ്ചരിച്ചാണ് നമ്മുടെ ഇമാമിങ്ങൾ ഹദീസ് ശേഖരിച്ചത്. ഒട്ടകപ്പുറത്തും മരുഭൂമികളിലൂടെയും കഷ്ടപ്പെട്ടു സഞ്ചരിച്ചാണ് ഒരു ഹദീസ്. ഇന്നാലിന്ന നാട്ടിൽ ഇന്നാലിന്ന ആളുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടാൽ അത് ശേഖരിക്കാൻ വേണ്ടി അത്രമേൽ പ്രയാസപ്പെട്ട് അത്ര യാത്ര ചെയ്ത് മരുഭൂമികളിലൂടെയൊക്കെ ഒട്ടകപ്പുറത്ത്, നമുക്കിവിടെ അറേബ്യയിൽ നിന്ന് മനസ്സിലാവും ഒട്ടകപ്പുറത്തൊരാൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെയൊക്കെ പ്രയാസം. പക്ഷെ ഇന്ന് അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ മൊബൈലുണ്ട്, അയാൾക്ക് കുടിക്കാൻ വെള്ളത്തിന് ഒരുപാട് ബോട്ടിലുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് ഈ മരുഭൂമികളൊക്കെ മുറിച്ചു കടന്നത് അള്ളാന്റെ ദീനിന് വേണ്ടിയാണെങ്കിൽ, ഒരു ഹദീസിന് വേണ്ടിയാണെങ്കിൽ, ഇന്ന് ലോകം മുഴുവൻ കയ്യിൽ, ഇങ്ങനെയാണല്ലോ എന്ന് പറയല്, ഒരു മൊബൈലിൽ നിന്ന് ലോകം മുഴുവൻ സംസാരിക്കാനും സംവദിക്കാനും കഴിയുന്ന കാലത്ത് ഈ ടെക്നോളജി ഒന്നും അള്ളാന്റെ ദീനിന് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മനസ്സ് വരാത്തത് എന്താ? അവിടെ ഇപ്പോഴും പഴയ ബോർഡും പഴയ ചോക്കും പഴയ പെന്നും പഴയ എഴുത്തു പിടിക്കാത്ത സംവിധാനങ്ങളുമായിട്ട് തന്നെ കാലം കഴിയണം. ബല്ലിഗു അന്നി വലു ആയ, ഒരായത്തെങ്കിലും പഠിപ്പിക്കണം എന്ന, ഒരായത്തെ പഠിപ്പിച്ചുവിടുന്നുണ്ടോ? ഒരാളെങ്കിലും നിന്നെ കൊണ്ട് ഹിദായത്തിലാക്കലാണ് ഖൈറ്. ഒരാളെ മാത്രമേ ആക്കി കൂടുന്നുണ്ടോ? ഈ ടെക്നോളജിയുടെ വികാസത്തോടൊപ്പം നമുക്ക് സഞ്ചരിച്ചാൽ ഒരേ ആശയം ഒരുപാട് ആളുകളുടെ അടുത്ത് ഒരേ സമയത്ത് എത്തിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. എന്താ നമുക്ക് നമ്മുടെ ഉമ്മത്തിലെ വളർന്നു വരുന്ന തലമുറ ആലോചിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മൊയ്തീൻ കുട്ടി ഉസ്താദ് പറഞ്ഞതുപോലെ അള്ളാഹു തആല അവരോട് ചോദിക്കുക, കത്തെഴുതാത്തതിനെ പറ്റിയ നമ്മളോട് ചോദിക്കുക. ഒരു ക്ലിക്ക് കൊണ്ട് 10,000 ആൾക്ക് മെസ്സേജ് നൽകാൻ കഴിയുന്ന കാലത്ത് നിങ്ങൾ മെസ്സേജ് നൽകിയത് അൽ സാബിത്തിന് വോട്ട് ചെയ്യാനാണ്. സൗദി അറേബ്യയിൽ നിന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അതൊക്കെ. സൗദി അറേബ്യയിൽ നിന്നാണ് എന്താ ചാനല്, നമ്മുടെ അമൃത ചാനലിലെ ഏറ്റവും നല്ല താരത്തെ തെരഞ്ഞെടുക്കുന്ന ഇതിന് ഏറ്റവും അധികം വോട്ട് അൽസാബിത്തിന് വാശിയോടെ ചെയ്തത്. ഒരു മുസ്ലിം കുട്ടി നമ്മൾ കൊടുക്കണം. എത്ര വിദഗ്ധമായാണ് അവർ കളിച്ചത്. അവസാന പോളത്തിൽ നിൽക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി കുട്ടി, ഒരു ഹിന്ദു കുട്ടി, ഒരു മുസ്ലിം കുട്ടി. അവർക്കറിയാം ആരാണ് ഇതിനൊക്കെ കാശ് ചെലവാക്കാൻ തയ്യാറ്. 4 റിയാലാണ് ഒരു SMS. 4 റിയാൽ. പേരിന് കേവലം ഹല്ലലകളെ അതിന് സൗദി ടെലികോം എടുക്കേണ്ടുള്ളൂ. ബാക്കി മുഴുവനും ചാനലിലാണ്. ലക്ഷക്കണക്കിന് SMS. അൽസാബിത്തിനെ വിജയിപ്പിച്ചു. അത് ആഘോഷിക്കുക കുറെ ആൾക്കാർ കൊണ്ടുനടന്നിട്ട്. എന്ത് പാട്ട്, ഏത് പാട്ട്! നമ്മളൊക്കെ കേട്ട മ്യൂസിക്കിൻ്റെ എല്ലാ മ്യൂസിക്കുകളും
ലോകം മുഴുവൻ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ചെയ്യുക? നിഫാഖാണ് ഗിന ഉണ്ടാക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാട്ടിൽ നിന്ന് നിഫാഖ് വരുന്നു, പേടില്ലല്ലോ നമുക്ക്, പേടില്ല നിഫാഖ് എനിക്ക് വരുക. നിഫാഖാണ് പാട്ടിനെ സ്നേഹിക്കുന്ന മനസ്സിൽ നിന്നുണ്ടാവുക. ഈ പാട്ടും താളങ്ങളുമായി ജീവിക്കണോ, അള്ളാന്റെ കിതാബുമായി ജീവിക്കണോ? ഇബ്നു ഖയ്യിം ചോദിച്ചാൽ തനിയായിട്ട് നിങ്ങൾ മരിച്ചോളൂ, ഞങ്ങൾ അള്ളാന്റെ കിതാബുമായിട്ട് മരിക്കാന്നാ പറഞ്ഞു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ നമുക്കറിയാലോ അള്ളാന്റെ കിതാബാണ് നെഞ്ചത്ത്. ഫസയക്ഫീകഹുമുല്ലാഹ് എന്നിടത്താണ് ചോര അദ്ദേഹത്തെ വധിക്കുമ്പോൾ ചോര തെറിച്ചു വീണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും നമ്മുടെയൊക്കെ ആഖിബത്ത് നമുക്കറിയില്ല. നമ്മൾ അള്ളാന്റെ കിതാബ് വെച്ചാണ് കളിക്കുന്നത്. ഈ കിതാബ് നമ്മുടെ മുമ്പിലുണ്ടായിട്ട്, ഈ ടെക്നോളജികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിട്ട്, ഈ സംവിധാനങ്ങളൊക്കെ അള്ളാഹു തആല നമുക്ക് ഒരുക്കി തന്നിട്ട് ഒന്നും ചെയ്യാനില്ലാതെ ഉള്ള സമയം മുഴുവനും അനാവശ്യങ്ങൾക്കും വെറും വർത്താനങ്ങൾക്കും ഫലപ്പെടാത്ത ഏതെങ്കിലും ചർച്ചകൾക്കും ഒക്കെയായി കഴിയുന്നതിന് പകരം ഒരു ദിവസം പത്രത്തിൽ ഫോട്ടോ വന്നതുകൊണ്ട് ഒരു കാര്യം വരാൻ പോണില്ല, ഒരു ചാനൽ മുഖം കാണിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. തിരിച്ചറിയണം എൻ്റെ ഉമ്മത്ത്, ദയവ് ചെയ്ത് തിരിച്ചറിയണം. എന്താ നേടാനുള്ളത്? കുറെ ആളുകളെ കണ്ട് എന്തെങ്കിലും കിട്ടാൻ പോണത്? എല്ലാ സ്റ്റേജുകളിലും പേജുകളിലും തിക്കിക്കയറാൻ പോണത് അതിനല്ലേ? 1000 ആൾ നിങ്ങളെ കണ്ടാലും, നിങ്ങളുടെ ഉമ്മ കണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പെങ്ങന്മാര്, നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ അറിയുന്നവർ കണ്ട എന്താ ഈ 10,000 ആൾ ചാനലിൽ തിക്കിക്കയറിയിട്ട്? ഈ ഭ്രമങ്ങളൊക്കെ അവസാനിപ്പിച്ച് എൻ്റെ ആഖിറത്തില് പ്രകാശത്തിന്റെ കിരീടം വെക്കപ്പെടുമ്പോ അവിടെ ഞാൻ വേണമെന്ന് ഒരു മോഹം. അള്ളാഹിന്റെ കുടുംബം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അഹ്ലും ഖാസത്തും എന്ന് പറഞ്ഞ് ഖിയാമത്ത് നാളിൽ മുന്നോട്ട് വിളിക്കപ്പെടുമ്പോ അതിന് ഞാൻ വേണമെന്ന് ഒരു മോഹം. അള്ളാഹിന്റെ കിതാബിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നവൻ ബല്ലിഗൂ അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിക്കണേ എന്ന് സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞ പ്രവാചകനോട് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ ഏൽപ്പിച്ചതനുസരിച്ച് ഞാനും ചില ആയത്തൊക്കെ പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ആ അഭിമാനം ഏറ്റെടുത്തൂടെ നമുക്ക്? നമ്മുടെ ജീവിതം ഇനി അതിനൊക്കെ കൂടെ. കുടുംബത്തിനും നാടിനും ജീവിച്ച ചുറ്റുപാടുകൾക്കും വേണ്ടി പലതും സമ്പാദിച്ചിട്ടില്ലേ നമ്മൾ? നമുക്ക് വേണ്ടി ഒന്ന് സമ്പാദിച്ചൂടെ? ഏറ്റവും നല്ല ഒരു വഴിയായിരിക്കും ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ കിതാബ് പഠിപ്പിക്കാനുള്ള ഈ സംവിധാനത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ടാവും. മറ്റു പലതും അങ്ങനല്ല. ഒരു 10 പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 10 റുപ്യ കൊടുത്തിട്ട് മാറി നിൽക്കല പല പരിപാടികളിലും. ഒരു സ്ഥാപനം ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെയാണ്, അതിന് പിരിപാട് കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് റോളൊന്നുമില്ല. ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് റോളുണ്ടാവും. നിങ്ങളുടെ സമ്പത്തിനേക്കാൾ പ്രധാനമായി ഈ പരിപാടിക്ക് ആവശ്യം നിങ്ങളുടെ ഊർജമാണ്, നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞില്ല, എളുപ്പമുള്ള പണിയാ പറയാൻ. അധ്വാനിക്കണം. നിങ്ങളുടെ ശരീരം കൊണ്ട് അള്ളാഹിന്റെ കിതാബിനെ പ്രചരിപ്പിക്കാനും ഒരാൾക്കെങ്കിലും അതെത്തിക്കാനും ഞാനും എൻ്റെ പങ്ക് നിർവഹിക്കുമെന്ന് ഒരു പ്രതിജ്ഞയും തീരുമാനവും ഇൻഷാ അല്ലാഹ് അതിൻ്റെ വ്യക്തമായ രൂപങ്ങളാവുമ്പോൾ നിങ്ങൾ അറിയിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.